സ്വർഗത്തിൽ അള്ളാഹിനെ കാണാനുള്ള സൗകര്യം മുഅ്മിനീങ്ങൾക്ക് ഇല്ലാതായാൽ ഇദഹ്തുജിബു അൻ റുഇയത്തില്ലാഹി ഫഖദ് ഇസ്തഗാസു മിൻഹു കമസ്തഗാസ അഹ്ലുൻ നാരി മിനന്നാർ. ദാ മലയാളം. ഇദഹ്തുജിബു അൻ റുഇയത്തില്ലാ, അള്ളാഹിനെ കാണാനുള്ള അവകാശം, ആ വാതിൽ, ആ ജാലകം, അത് സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ ഇസ്തഗാസു മിൻഹു, ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിത്താ എന്ന് മുഅ്മിനീങ്ങൾ പറയും. കമസ്തഗാസ അഹ്ലുൻ നാരി മിനന്നാർ, നരകാവകാശികൾ ഞങ്ങളെ ഈ തീയിൽ നിന്നൊന്ന് മോചിപ്പിച്ച് തായോ എന്ന് കരഞ്ഞു പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഈ സ്വർഗം വേണ്ട, ഞങ്ങൾക്ക് അല്ലാഹനെ മതി എന്ന് പറയുമെന്ന്. അതാണ് സൂഫി മൻഹജ്. റാബിയ അദവിയ കയ്യിലൊരു വിളക്കുമായി നടക്കുന്നു. ഒരു കയ്യിൽ റാന്തൽ, മറ്റേ കയ്യിൽ വെള്ളം. എന്തേ റാബിയ, നിനക്ക് പറ്റി? ആളുകൾക്ക് വേണ്ടത് സ്വർഗമാണ്, ഞാൻ ഈ തീ കൊണ്ട് കത്തിക്കാൻ പോവാണ്. ആളുകൾക്ക് പേടി നരകമാണ്, ഞാൻ ആ തീ ഈ വെള്ളം കൊണ്ട് കെടുത്താൻ പോവാണ്. എനിക്ക് വേണ്ടത് ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി, എനിക്ക് അല്ലാഹനെ മതി. ഇതാണ് നമ്മൾ ചൊല്ലുന്നത്, ഇതാണ് മഹല്ലുകളിൽ ഉണ്ടാവേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ഫിലോസഫി. ഒന്നും വെറുതെ അല്ല. നദീതീരം, എല്ലാ കാര്യങ്ങളും. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾക്കിതിൽ കൂട്ടിച്ചേർക്കാം. നിങ്ങൾ കരുതുന്ന ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വറ്റുസ്താദന്മാരും ഇതിൻ്റെ കൂടെ ചേരും. ആ ഭാഗത്തേക്ക് നിങ്ങളെത്തിക്കണം. ഞാൻ ഈ ഭാഗം ഇന്നത് വെച്ച് പറഞ്ഞ് ഇന്നിടത്ത് തുടങ്ങാമെന്ന് കരുതിയതല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ കുറച്ച് ദൂരം ഇപ്പുറത്തെത്തി. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ സംഗതികളിൽ ചുറ്റിപ്പറ്റി പറയുന്നതിന് പകരം നമ്മുടെ മഹല്ലുകളിലെ പ്രായോഗികമായ വിഷയങ്ങൾ ഞാൻ പറയണമെന്ന് കരുതി 1-2 ഭാഗം സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ജെൻഡറുമായിട്ടുള്ള വിഷയം, പുതിയ കുട്ടികൾ അവർ ഈ ഇസ്ലാമിനെ ഒഴിവാക്കുവാൻ ഏറ്റവും കൂടുതൽ കാരണം പറയുന്ന ജെൻഡർ പൊളിറ്റിക്സ് പറഞ്ഞിട്ടില്ല. അതേപോലെ ചില നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഈ വിഷയത്തിൽ ഇടപെടാം. ഞാൻ തൽക്കാലത്തേക്ക് നിങ്ങൾക്കുള്ള ഊഴമായിട്ട് തിരുത്തിത്തരാനും കൂട്ടിച്ചേർക്കാനുമുള്ള ഊഴമായിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് തൽക്കാലത്തേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചോദ്യം ഇതാണ്: ന്യൂ ജനറേഷൻ എന്തുകൊണ്ട് ഇത്തരം സർവ്വമത സത്യവാദം അതുപോലെ തന്നെ പുതിയ ആശയത്തെ സ്വീകരിക്കുന്നു? അതുപോലെ തന്നെ സർവ്വമത സത്യവാദത്തെ പോലെ തന്നെ അപകടകരമല്ലേ കോമൺ മുസ്ലിം എത്തിക്സ് സുന്നിസം പ്ലസ് ബിദഅത്തിസം ഈസ് ഈക്വൽ ടു കോമൺ ഇസ്ലാം ഫോർമുല എന്നാണ് ചോദ്യം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തേത് സർവ്വമത സത്യവാദത്തെ പോലെ തന്നെ അപകടകരമല്ലേ കോമൺ മുസ്ലിം എത്തിക്സ് എന്നുള്ളത്, അതായത് സുന്നിസം പ്ലസ് ബിദഅത്തിസം ഈസ് ഈക്വൽ ടു ഒരു കോമൺ മുസ്ലിം എന്നുള്ളൊരു ഫാക്ടർ. ദേശീയ മുസ്ലിം. യെസ്. അത് അപകടമല്ലേ എന്നാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ വാദവും അതൊക്കെ അപകടമാണ് എന്നുള്ളതാണ്. പിന്നെ ഒന്ന് മറ്റൊന്നിനേക്കാൾ അപകടം അളക്കുന്നൊരു മാനദണ്ഡം ഇപ്പോൾ തൽക്കാലം ഈ വിഷയത്തിലൊന്നും ഇല്ലല്ലോ. എല്ലാം ഓരോ കോണ്ടെക്സ്റ്റിൽ കൂടുതൽ അപകടകരമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ പറയുന്ന പുതിയ തലമുറ ഈ ഇത്തരം സ്വതന്ത്ര ചിന്താവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ സർവ്വമത സത്യവാദങ്ങളിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതിനെ പ്രതിരോധിക്കാനുള്ള ബേസിക്കായ ഒരു കാര്യം ഹിദായത്ത് എന്ന് പറയുന്നത് നൂറും മിൻ നൂരില്ല, അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അപ്പോൾ 1000 ചോദ്യങ്ങൾക്ക് 1001 മറുപടി കൊടുക്കുന്ന ഒരു മെത്തഡോളജിയാണ് നിലവിൽ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 ചോദ്യങ്ങൾക്ക് 2000 മറുപടി വരണം, അത് മറ്റൊരു വിഷയം. അതേസമയം നോക്കൂ, അതേസമയം ഈമാൻ ഭദ്രമാകുവാൻ വേണ്ടി മഹല്ലുകളിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ ദിക്റുകൾ അവിടെ വർദ്ധിക്കേണ്ടതുണ്ട്. സാലിഹ്യങ്ങളുമായിട്ടുള്ള മുജാലസത്ത് അവിടെ വർദ്ധിക്കേണ്ടതുണ്ട്. സാലിഹ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. ജയിച്ച മനുഷ്യന്മാരെ, ഇസ്ലാമികമായി ഈമാനികമായി വിജയിച്ച മനുഷ്യന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കൂ. അവരുടെ കുഞ്ഞുനാളിൽ അവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മുസ്തജാബ് ദഅവായ ഒരു മനുഷ്യൻ കൈവച്ചിട്ടുണ്ടാകും. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ഉസ്താദിൻ്റെ പൊരുത്തം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹീതനായൊരു മനുഷ്യൻ്റെ ഒരു പൊരുത്തവും ഒരു ദുആയും ഒക്കെയാണ് ഈ വിഷയത്തിൽ പുതിയ തലമുറയ്ക്ക് കിട്ടേണ്ടത്. അല്ലാതെ ഇന്ന വിഷയം ഇയാൾ പറയുന്നുണ്ടല്ലോ അതിനൊരു മറുപടിത എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബിലൊരു ലിങ്ക് കൊടുക്കാം, ഒരു ആർട്ടിക്കിൾ കൊടുക്കാം, വെബ്സൈറ്റിലേക്കുള്ള ഒരു ആക്സസ് കൊടുക്കാം, ഒക്കെ നടക്കണം. പക്ഷെ അതിനേക്കാളും അതുപോലെ പ്രധാനപ്പെട്ടത്, ഒരുപക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ കുട്ടികളെ കുഞ്ഞുനാൾ മുതലേ സ്വാലിഹീങ്ങളുമായി സമ്പർക്കപ്പെടുത്തുക എന്നുള്ളത്. അത് ഒരു അലങ്കാരത്തിന് പറയുകയല്ല. ലോകത്തിൻ്റെ മൊത്തം ഒരു മുസ്ലിം ഘടന നോക്കിയാൽ
മൊത്തം മുസ്ലിം ഘടന നോക്കിയാൽ ഇത്തരത്തിലുള്ള സ്വാലിഹീങ്ങളായ ഉലമാക്കളുമായി സൂഫികളുമായിട്ട് മുജാലസത്തുള്ള സഹവാസമുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ പറയുന്ന പോലെ ഒരു മുസ്ലിം എയ്ത്തിസ്റ്റുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതേസമയം സംവാദാത്മകമായ പരിസരങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇസ്ലാമിൻ്റെ വെളിയിലേക്ക്, നമുക്ക് എക്കോ ഇല്ലാതായാലും ഇസ്ലാമിൻ്റെ വെളിയിലേക്ക് പോകുന്നുമുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷ അത് ഓഫ് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. ഇനി അത്ര ദൂരത്ത് വെച്ചിട്ടായിരിക്കുമോ? അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയും ഒരു വിഷയമാണ്. ഈ പറയുന്ന കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ ദഅവത്തിൻ്റെ ഒരു രീതിശാസ്ത്രം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പഴച്ചു പോയവരാണ്, അവർ ഇസ്ലാമിന് ഭാരമാണ്, നാടിന് ഭാരമാണ്, പുതിയ കാലത്തെ ജനറേഷൻ ഒന്നിനും കൊള്ളാത്തവരാണ്. ആ ഒരു നറേറ്റീവ് വളരെ അപകടകരമായ നറേറ്റീവാണ്. അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന നറേറ്റീവാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഒരു സാമൂഹികമായ വിഷയം ഉണ്ടായാൽ ഈ മതത്തിൽ നിന്ന് പുറത്തേക്കൊക്കെ പോകാൻ ടെൻഡൻസി കാണിക്കുന്ന, സ്വതന്ത്ര ചിന്ത ടെൻഡൻസി കാണിക്കുന്ന കുട്ടികൾ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. ഒരു പ്രളയം ഉണ്ടായാൽ മുൻപന്തിയിൽ അവർ തന്നെയാണ് ഓടി വരുന്നത്. ഒരു റോട്ടിൽ ആക്സിഡൻ്റ് ഉണ്ടായാൽ നമ്മൾ ഈ ആക്ഷേപത്തോടെ കാണുന്ന ആ പുതിയ മുസ്ലിം ജനറേഷൻ തന്നെയാണ് മുമ്പിലേക്ക് ഓടി വരുന്നത്. ഇപ്പം എല്ലാവരുടെ ഉള്ളിലും ഒരുപാട് നന്മകളുണ്ട്. ഇനി അവരെ നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ചില ദഅവത്തിൻ്റെ പ്രയോഗങ്ങൾ, ഇപ്പോൾ ഈ മുടിമും മുഴുവനും ഈ പറയുന്ന പോലെ ഒരു ഹിപ്പി കട്ടിൽ, മിലിറ്ററി കട്ടിൽ വന്നിട്ട്, ആ ക്രോപ്പ് കട്ടിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രവാചകൻ ഉപയോഗിച്ച ഒരു വർത്തമാനമുണ്ടല്ലോ, നിഅമൽ ഫതാ, എന്തൊരു മൊഞ്ചനാണ് ഈ ചെക്കൻ. പക്ഷേ മല്ല പറഞ്ഞു ലൗലൽ ജുമ്മ, ആ കുടുംബം എന്തിനായിരുന്നു? അപ്പോൾ ആ ഒരു രീതിയാണ് ഇവിടെ അഭികാമ്യം. ഈ പുതിയ കുട്ടികളെ കൂടി നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒരു മതപ്രസംഗത്തിൻ്റെ, കൗൺസിലിങ്ങിൻ്റെ, സംവേദന ഭാഷയുടെ, അവരെ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു ഡയലോഗുകൾ തീർച്ചയായിട്ടും സംഭവിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചേർത്ത് നിർത്തൽ, സ്നേഹപരമായ ഒരു ചേർത്ത് നിർത്തൽ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ നമ്മളോട് കൂടുതൽ താല്പര്യം വരും. പിന്നെ നമ്മൾ അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ മഹല്ലുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയലല്ല, കേൾക്കലാണ്. കേട്ട് മറ്റുള്ളവർക്ക് സാന്ത്വനം കൊടുക്കുക. എൻ്റെ ഉള്ളിലൊരു പെൺമനസ്സുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. അവരത് പറഞ്ഞ് തീരട്ടെ. എൻ്റെ ഉള്ളിലൊരു ആൺമനസ്സുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. കാരണം ഇവരൊക്കെ ഫേസ്ബുക്കിൽ, യൂട്യൂബിലാണ് ജീവിക്കുന്നത്. ഉറങ്ങുന്നതും ഉണരുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇൻസ്റ്റാഗ്രാം റീലുകൾക്കിടയിലാണ്. അവരുടെ ലോകം അതാണ്. നെറ്റ്സൺ എന്നുള്ള വേർഡല്ലേ, ഇൻ്റർനെറ്റിലാണ് പൗരത്വം ഉള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉസ്താദ്, ഒരു ദായി, ഒരു ഉത്തരവാദിത്തപ്പെട്ട മഹലിൻ്റെ ഭരണാധികാരി, ഒരു സമിതി, ഒരു കൗൺസിൽ, അവർക്ക് പറയാനുള്ളത് മുഴുവനും പറഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ അത് പരിഹരിക്കാവൂ. അങ്ങനെ ഒരു രീതിശാസ്ത്രം നമ്മളൊക്കെ തന്നെയും ഇരുന്നിട്ടും ചർച്ച ചെയ്തിട്ടും ഡെവലപ്പ് ചെയ്ത് അത് നമ്മുടെ മഹല്ലുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഒരു പരിധിയോളം ആ വിഷയം ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ എൻ്റെ ബേസിക് പോയിൻ്റ് സ്വാലിഹീങ്ങളുടെ ദുആ, ബർക്കത്ത്, പൊരുത്തം, അതൊക്കെയാണ് ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം, ഉസ്താദുമാർക്ക് കൂട്ടിച്ചേർക്കാം.